ഒരു കൊച്ചിനെ എത്ര വയസ്സ് പ്രായമുണ്ടോ എന്തോ കിണറ്റിലെറിഞ്ഞ് കൊന്നെന്ന്. കിണറ്റിലിട്ടേക്ക് വന്ന് എന്നിട്ട് ഇപ്പം അന്വേഷിക്കുക പോലീസ് ആരാ കൊന്നത്, എന്തിനാ കൊന്നത്. അമ്മ കരയുന്നു. അമ്മയില്ല, വല്യമ്മ. അമ്മയും കണ്ടിട്ടില്ല, അപ്പനെയും കണ്ടിട്ടില്ല. ഇത് തന്നെ ഉണ്ടായ കൊച്ചാണോ അത് ഒലിച്ചു വന്നാണോ വല്ല മഴയത്തുമല്ലോ? ഇങ്ങനെയുള്ളവന്മാരൊക്കെ കുറേ എണ്ണം ഉണ്ടെന്ന് ഇവിടെ. ഉമ്മ അങ്ങ് കൊച്ചിനെ ഉണ്ടാക്കും. ഒരു ചെറുക്കനും പെണ്ണൂടെ കളിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ കൊച്ച്. ഇവന്മാർക്ക് ഒരു പരിപാടിയില്ല ഇവിടെ. ഇനിയും ഇമാതിരി കൊലപാതകം കൂടുവേ, അതുകൂടെ ശ്രദ്ധിച്ചോണം. കാരണം ഇപ്പോൾ ഉള്ള പുള്ളികളൊക്കെ ഇപ്പോൾ ഈ പലയിടത്തും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മൊത്തം സ്റ്റഫ് ഈ വക കാര്യങ്ങളാണ്. ഈ ടീമുകളെല്ലാം കൂടെ കെട്ടാൻ പോകുമ്പോൾ ഉള്ളൊരു പ്രശ്നമായി കാണാൻ പോകുന്നത്. വെളിവില്ല. അപ്പോൾ ഇമാതിരി ഇൻസിഡൻസ് ഇനി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇനി മുതൽ എനിക്ക് തോന്നുന്നു പോലീസിൻ്റെ ഒരു PCC ഇല്ലാതെ കല്യാണം കഴിപ്പിക്കരുത്. കൂടുതൽ ഡീറ്റെയിലായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു ഒരാളെ പറ്റി. അവന് ഇങ്ങനെ ചുമ്മാ കയറി അങ്ങ് കെട്ടണ്ട. എന്തിനാ കെട്ടുന്നത്? പിന്നെ കെട്ടാനാണ്, പിള്ളേരുണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പെണ്ണിൻ്റെ വീട്ടുകാർ, ചെറുക്കൻ്റെ വീട്ടുകാർ, നാട്ടുകാർ, പോലീസ് ഇവരൊക്കെ അംഗീകരിക്കാതെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. ഒരു സൈക്യാട്രിക് കൺസൾട്ടേഷനോടെ വെക്കേണ്ടി വരും. എല്ലാം പണിയാണ്. എല്ലാം ഇമാതിരി ആൾക്കാർ കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലും, കൊച്ചിനെ കളഞ്ഞിട്ട് പോവും. ഇതൊക്കെ ആര് നോക്കും ഈ നാട്ടിൽ? ഇനി അത് കൂടും കേട്ടോ. കാരണം ഇതാ പ്രശ്നം. അടിക്കാർ ഒത്തിരി പേരുണ്ടല്ലോ. ഇവരെല്ലാം ഇനിയിപ്പോൾ വരുമല്ലേ ഇങ്ങോട്ട്. അവരുടെ കല്യാണപ്രായമായില്ലേ? നാട്ടുനടപ്പ് വെച്ചിട്ട് അവരെ കല്യാണം കഴിപ്പിക്കണ്ടേ? നാട്ടുനടപ്പിലല്ല കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ പോലും കല്യാണം ഒരു നാട്ടുനടപ്പായതുകൊണ്ടും കുടുംബത്തിന് പേരുദോഷമായതുകൊണ്ടും ആ പരിപാടി അങ്ങ് നടത്തും എല്ലാവരുടെ കയറി. അപ്പോൾ എന്ത് പറ്റും? ഇതേപോലെ പിള്ളേരുണ്ടാവും. പിള്ളേരെ വേണ്ടാത്ത കാര്യം തന്നെ. ഇവർക്ക് പിള്ളേരുടെ ആവശ്യമില്ലായിരിക്കും. ഈ പറഞ്ഞ അവർക്ക് പിള്ളേർ വേണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ കൊച്ചു വന്നപ്പോൾ പ്രശ്നമാകുന്നത്. അതിനെ മനസ്സിലാകാതെ ഇവിടെ കിടന്നുകൊണ്ട് ഓരോരുത്തന്മാർ എല്ലാം നാട്ടുകിടപ്പാണ്. കൊച്ചിനെ ഉണ്ടാക്കുന്നൊരു നാട്ടുകിടപ്പാണ്. ഇതിവിടെ ഓക്കെ, ഇത് വീട്ടിൽ കുറേ എണ്ണം ഇപ്പോൾ പീഡനം അനുഭവിച്ച് കിടപ്പുണ്ട്. കൊന്നത് ഏതായാലും ഒരു വ്യക്തി നോക്കിയാൽ നന്നായി കാണുമെന്നേ തോന്നുന്നുള്ളൂ. ആ കൊച്ച് ഇപ്പോഴെങ്കിലും രക്ഷപ്പെട്ടു. മറ്റേ നിങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ ദുരന്തമായനെ അത്. അപ്പോൾ അമ്മാവൻ അങ്ങനെ എടുത്ത് എറിയാൻ തോന്നി നന്നായെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ഇതുപോലുള്ളതിനെല്ലാം ഇങ്ങനെ എറിഞ്ഞം കളയുവാണ് വല്ല കിണറ്റിലോ ഓടയിലോ വല്ല ആറ്റിലോ ഒക്കെ കൊണ്ടും കളയുവാണേൽ സൗകര്യം എളുപ്പമായി കാര്യങ്ങളല്ലേ. അതുകൂടെ കിടന്ന് ബുദ്ധിമുട്ടുണ്ട് തന്നെ. എന്ത് ഈ പറയുന്നത്? ഇവന്മാരോ നശിച്ചു, പിന്നെ ഇതിൻ്റെയൊക്കെ കൊച്ചുങ്ങൾ നശിക്കാതിരിക്കൂ. അത് വലുതായാലും ഒന്നും ആകാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇതുപോലുള്ളവർ അമ്മാവന്മാരോ അമ്മായിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ കൊണ്ട് കിണറ്റിലോ എല്ലായിടത്തും കളഞ്ഞേക്കണം. അവിടെ താറുണ്ട് ആറ്റിലോട്ട്. അത് തന്നെ. മാമനോടൊന്നും തോന്നല്ലേ? അതുള്ള കിണറ്റിലോട്ട് എറിഞ്ഞിട്ട് കൊച്ചിനോട് പറഞ്ഞാൽ മാമനോടൊന്നും തോന്നല്ലേ? അയ്യോ, അത് പക്ഷേ ഭയങ്കര സംഭവമായിപ്പോയി അല്ലേ? എന്തല്ലേ മാമനെ എറിഞ്ഞേക്കുന്നത്? ആർക്കും വേണ്ടാതായിട്ട് എന്തോ സ്വത്ത് പരിപാടി പ്രശ്നമുണ്ടെന്ന് തോന്നി ഇതിനകത്ത്. അങ്ങനെ എന്തോ ഗെയിമാണ് നടക്കുന്നത്. നമുക്കതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല. പക്ഷേ എന്തോ അങ്ങനെയൊക്കെ വരുമ്പോഴേ ഇങ്ങനെ കൊച്ചുങ്ങളോടൊക്കെ ക്രൂരത ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇതേത് ഭാര്യയും ഭർത്താവിനുള്ള പ്രശ്നം, പിന്നെ അത് സ്വത്ത് പരിപാടി, ഭയങ്കര കുടുംബം. കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കുടുംബമാണ് കേട്ടോ. കൊച്ചിന് കുടുംബത്തിന് ചേർന്ന പരിപാടി തന്നെ കാണിച്ചത്. അതെ, ഇപ്പം കുടുംബത്തിൻ്റെ അന്തസ്സങ്ങ് ഉയർന്നു. ഭയങ്കര അന്തസ്സുള്ള ഏതോ കുടുംബമാണ്. കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാർ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നതൊക്കെ. അപ്പോൾ കുടുംബത്തിൽ എന്തോ ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു കൊച്ചുമായിട്ട് ബന്ധപ്പെട്ട്. അച്ഛനും അമ്മയും സഹോദരങ്ങളും. ഇവിടുത്തെ കുടുംബം എന്ന് പറയും. ഇവിടെ കുടുംബത്തിനെ അങ്ങ് പ്രൊമോട്ട് ചെയ്യുവാന്ന് സിനിമയിലും കല്യാണം. മറ്റേ സാരി ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും സിൽക്ക് എന്ന് പറഞ്ഞ സംഭവങ്ങളുമാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ കല്യാണം പ്രൊമോട്ട് ചെയ്യുന്ന ആരാ? ഇവരാ, തുണിക്കടക്കാരും സ്വർണ്ണക്കടക്കാരുമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പോൾ വന്ന് ഇവരും എന്താ പറയണ്ടേ, ഹണിമൂൺ പാക്കേജുകാരും നല്ലപോലെ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. ഇവർ കാണിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടാൽ ഇവർ ഓർക്കും, ഈ ചെറുപ്പക്കാർ വിചാരിക്കും കല്യാണം എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്, കല്യാണത്തിന് കുറച്ചൊന്നും മുടക്കിയാൽ പോരാ, ലക്ഷങ്ങൾ മുടക്കി കല്യാണം കഴിക്കണമെന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ട്. എന്നിട്ട് ചെയ്യാൻ പോകുന്നത് എന്തോ കൊച്ചിനെ എടുത്ത് കിണറ്റിടാനാണ് പോകുന്നത്. ഇവരെങ്ങനെ കല്യാണം കഴിച്ചവരാണോ എന്തോ? ഇവരുടെ പഴയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ കോമഡി ആയിരിക്കും. പ്രേമിച്ച് കെട്ടിയവരാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ആര് കണ്ട് ജാതകം നോക്കി കാണും, അമ്പലത്തിൽ മുഹൂർത്തത്തിന് രാഹുകാലമൊക്കെ നോക്കി ഇറങ്ങി ചെന്ന് കെട്ടിയിട്ട് കൊച്ചിനെ കിണറ്റിലിട്ടു. ആ കൊച്ചിൻ്റെ നാക്കെ കരിശ്രീ കണക്കണക്കണായെന്നൊക്കെ എഴുതിച്ചോ ആവോ തെണ്ടികൾ. ഇങ്ങനത്തെ പരിപാടി അവതരിപ്പിക്കാൻ അല്ലാതെ ഇവന്മാരെ കൊണ്ട് എന്തിനു കൊള്ളാം. പിന്നെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല, അത് ജീവിച്ചാലും ഇങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിലാണ് കൊച്ചു ജനിച്ച് വളരുന്നതെങ്കിൽ ആ വളർച്ച അത്രയും വർഷം ട്രോമ എന്ന് പറഞ്ഞ് കൊച്ചു കിടന്ന് പിന്നെ അഭ്യാസം കാണിക്കാൻ തുടങ്ങും. പെങ്കൊച്ചോ ആങ്കൊച്ചോ എന്തോ ആണോ? പെങ്കൊച്ചാണെ ട്രോമ കളിച്ച് ആകെ പ്രശ്നമാവും. വേറെ പീഡന കേസ് വരും, വേറെ പലർക്കും പണി കിട്ടും.
പിന്നെ ആൺകൊച്ചുങ്ങളാണെങ്കിൽ ഈ പറഞ്ഞാൽ പീഡിപ്പിക്കും, അല്ല എന്തെങ്കിലും മറ്റേ MDMA കേസിൽ പിടിക്കപ്പെടും. അല്ല ഒന്നും സംഭവിക്കാനൊന്നുമില്ലെന്ന്. ഇവിടെ ഇങ്ങനെ പിള്ളേർ നോക്കാനില്ലെങ്കിൽ ഇത് എത്ര നോക്കിയിട്ട് നടക്കുന്നില്ല. അപ്പോഴാണ് ഇനി നോക്കാതെയും കൂടെ ആയിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് നശിച്ചൊരു നാടാണ് ഇത്. ഇവിടെ ഉള്ളൊരു മാക്സിമം കല്യാണം ഒഴിവാക്കുക. ഒന്നാമത് ആവശ്യത്തിലേറെ പോപ്പുലേഷൻ ഉണ്ട്, 140 കോടി ജനം ഇന്ത്യ ഉണ്ട്, കേരളത്തിൽ 4.5 കോടിയോളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി വലിയ പ്രസവം നടത്തിയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ഇങ്ങനെയുള്ളവന്മാർ ഇനി ഞാൻ പറഞ്ഞില്ല, ഇനി കല്യാണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ പോകാൻ ഇത്തിരി ഇപ്പോൾ കാര്യങ്ങൾ നടത്താൻ പ്രാപ്തി ഇല്ലാത്തവരാണെങ്കിൽ കല്യാണം കഴിക്കേണ്ടെന്നേ. എന്തിനാണ് ഈ കിട്ടുന്നത്? ഉള്ള കാശെല്ലാം കൂടെ അവിടെയും ചിലവാക്കി അവസാനം മരുന്ന് മേടിക്കാൻ കാശില്ലാണ്ടായി പോകും. തന്നെയാണെങ്കിൽ അതെങ്കിലും കാണും. ബാക്കി ഒരു സമയമാകുമ്പോൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ബാങ്ക് ബാലൻസ് ഒക്കെ മതി. പിന്നെ വല്ല ഓൾഡ് ഏജ് ഹോമിലും അഭയം പ്രാപിക്കുക. അപ്പോൾ ഉള്ളത് വിറ്റ് വലിച്ചിട്ട് നേരെ പോയി ഓൾഡ് ഏജ് ഹോമിൽ കൊടുത്താൽ മതി, അവർ നോക്കിക്കോളും. വരുന്നുണ്ട്, ഇഷ്ടംപോലെ ഓൾഡ് ഏജ് ഹോംസ് ആയി വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ പുരോഗമിക്കും. ഒരു 5 വർഷത്തോടെ കഴിയുമ്പോൾ ഓൾഡ് ഏജ് ഹോംസിൻ്റെ എണ്ണം കൂടും, നല്ല ഹോംസ് കാണാൻ പറ്റും. അല്ലേ? ഉറപ്പല്ലേ? ആ ഉറപ്പായിട്ടും കാണാൻ പറ്റണം. അതിൻ്റെ മോനെ എന്താ മാമനോടൊന്നും തോന്നത്തില്ല. മാമനോടൊന്നും തോന്നല്ലേ കുഞ്ഞാവേന്ന്. അയ്യോ, എന്നാലോ കുഞ്ഞാവ് കൊള്ളാം. കുഞ്ഞാവ് എടുത്ത് അങ്ങോട്ട് എറിഞ്ഞ് കളഞ്ഞ് നന്നായി. ഞാൻ നോക്കിയിട്ട് ഇച്ചിരി നല്ല കാര്യമാണ് ചെയ്തത് അയാൾ. അല്ലേ അതിങ്ങനെ വലുതായി പ്രശ്നമാവുമെന്ന്. പെണ്ണാണ് ഞാൻ മതി ട്രോമ അടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ആ കൊച്ചു കിടന്ന ഓരോരുത്തർക്കെതിരെ പീഡന കേസ് കൊടുക്കും. പിന്നെ വേറെ ബോക്സ്കോ വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവായി കെട്ടി. ഈ ചെറുക്കനാണെങ്കിൽ അവൻ പോയി വല്ല കത്തിക്കുത്ത്, ആസിഡ് എയർ, പിന്നെ MDMA കച്ചവടം. MDMA ആയിരിക്കത്തില്ല, ഇത് വലുതായി വരുമ്പോൾ വേറെ വല്ല മറ്റേ DMT എന്നൊക്കെ പറഞ്ഞ സാധനമായിരിക്കും കച്ചവടം ചെയ്യുന്നത്. അങ്ങനെ ആയി തീരത്തേ ഉള്ളൂ നിങ്ങളൊക്കെ. അതുകൊണ്ട് ഇപ്പോഴേ പോയത് ഏകദേശം നന്നായി. ചെറുക്കൻ അത് കൊച്ചു പെണ്ണാണോ ആണാണോ എന്തുവാ എന്തേലാട്ടെ, ഏതാണെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജനിച്ച ആ തള്ള വല്യമ്മ നോക്കി വളർത്തിയാലൊന്നും നടക്കാൻ പോകുന്ന കേസൊന്നുമല്ല. ഇവിടുത്തെ ഗവൺമെൻറ്റിനോ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ ഒരു എന്താ പറയണ്ടേ പ്രാപ്തി ഇല്ല ഇങ്ങനെയുള്ള കുട്ടികളെ വളർത്താൻ. അപ്പോൾ ഇനിയും ഇതുപോലെ ആളുകൾ കിണറ്റിലെടുത്തെറിയോ ആറ്റിലെടുത്തെറിയോ ഇട്ട് തൂക്കുവോ കത്തിച്ച് കളയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഒന്നും ആരും സങ്കടപ്പെടുകയൊന്നും വേണ്ട. മകളെ മാപ്പ് പെങ്ങളെ മാപ്പ് അതൊന്നും വേണ്ട. ഒരുത്തനെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. നോക്കിയിരുന്ന് കാണാനേ അറിയത്തുള്ളൂ. ഒരുത്തനും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞെട്ടാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നു. മിക്സഡ് റിവ്യൂ ആയിരിക്കും അല്ലേ? ലാഗുണ്ടോ ആവോ? ലാഗുണ്ടാ, മിക്സഡ് റിവ്യൂ ആണ് വരുന്നതാ. അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ല. പെണ്ണും കിട്ടും. അണ്ണനൊക്കെ ആണ്ട് കൂളായിട്ട് നടക്കുക. അയാൾക്കൊക്കെ എന്തൊരു പേര് ദോഷമല്ലേ. എടുത്തെറിഞ്ഞ അമ്മാവൻ സൂപ്പറും. അതാ വേറെ രസം. ഇവിടെ കുറേ പേരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് കൊലപാതകം, ഇന്നത്തെ ദിവസം 5 കൊലപാതകവും എങ്ങനെയുണ്ട് ഒരു ദിവസം നടന്നതാണ്. വല്ല യൂട്യൂബർമാർ വല്ലതും പറയുന്നുണ്ടോ നോക്ക് പോയി സാറന്മാരെല്ലാം കൂടെ. എന്നിട്ട് അതിൻ്റെ പുറകെ പോകും. നടക്കുക കേരളം മുഴുവനും. ജീപ്പും എടുത്ത് 4-5 പോലീസുകാരും കൂടെ കൂടി തെളിവെടുപ്പ്, ആ ട്രൈപ്പോഡ് പൊക്കിക്കൊണ്ട് പോക്ക്, ഇതൊക്കെ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ പിന്നെ MVD ഇവിടെയുള്ള പെറ്റിയടിക്കാനുള്ള വകുപ്പ് കണ്ടുപിടിച്ചിട്ട് ഓരോ കാരണങ്ങളാൽ പെറ്റിയടിക്കുന്ന ഒരു ഇടപാടോടെ ചെയ്ത് കഴിഞ്ഞാൽ നാട് തന്നായല്ലോ. സേഫ് അല്ലേ ഇപ്പോൾ എല്ലാവരും? പോലീസിൻ്റെ പണി എന്താ, MVDയുടെ പണി എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് പണി. നമ്മുടെ പണി ഇതൊക്കെയാണല്ലോ, പെറ്റിയടിക്കുക, എന്തെങ്കിലും ഇല്ലാത്ത കേസ് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ കണിറോസ് എന്തെങ്കിലും പറഞ്ഞ ഉടനെ പിന്നെ ബോച്ചയായി ബഹളമായി. മറ്റേ വണ്ടിക്കകത്ത് വെള്ളം നിറച്ച് കൊച്ചു മുക്കാൻ ശ്രമിച്ച ആൾക്കാർ. അപ്പോൾ ഇങ്ങനെയുള്ള കഥയൊക്കെ പറഞ്ഞ് വല്ലവനും വല്ല തല വെളിയിലിട്ടിടുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവനെ പിടിച്ച് മാപ്പ് പറയുക. പിന്നൊരു കാര്യം, ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലാൻ വിധിച്ച ആ പുള്ളിയുടെ അടുത്ത് തന്നെ വേണം കേട്ടോ ഇയാളെ കൊണ്ടുപോകാൻ. ഈ പറഞ്ഞവനെ തൂക്കിക്കൊല്ലണം എത്രയും പെട്ടെന്ന്. അധികം താമസം വേണ്ട. 1 വർഷം അവനോട് കിടക്കട്ടെ. 1 വർഷം കഴിഞ്ഞ് തൂക്കിക്കൊന്നാൽ മതി. അവന് അനുഭവിക്കണം കുറച്ച്. ഇതാണ് ശരിക്കുള്ള തൂക്കിക്കൊല്ലാൻ ചാൻസ് ഉള്ള സാധനം. ഗ്രീഷ്മയ്ക്ക് പിന്നെ ഒരു ഇതുണ്ട്, പക്ഷേ മറ്റവർക്കില്ല. കൊച്ചു കുഞ്ഞിനെ കൊന്നവനെ എന്ത് ചെയ്യണ്ടേ? അപ്പോൾ തൂക്കിക്കൊല്ലണ്ടേ? അവനെ എത്രയും പെട്ടെന്ന് വിധിക്കണം തൂക്കിക്കൊല്ലാൻ. അവനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളതായിരിക്കും ഇനി അടുത്ത പ്രശ്നം. ഈ പോലീസല്ലേ, പോലീസുകാർ വല്ല അവിടെ നിന്ന് വല്ല കയറ് വെള്ളം കിണറ്റിലെ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോകുമായിരിക്കും തെളിവാന്നും പറഞ്ഞുകൊണ്ട്. അല്ല അങ്ങനെയൊക്കെ ചെയ്യും നമ്മുടെ ആൾക്കാരല്ലേ. ഞാൻ കണ്ടതാ ട്രൈപ്പോഡൊക്കെ തെളിവായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കോമഡി. ട്രൈപ്പോഡ്, മൈക്ക്, ഗിംബൽ, ഇത് 3 തെളിവാണ്. അത് ഈ സംഭവം എന്നത് യൂട്യൂബിൽ എന്തോ പറഞ്ഞെന്ന്. യൂട്യൂബ് വീഡിയോ കിടക്കുക. അവൻ പിന്നെ ഇതിനകത്ത് ഇപ്പോൾ കൊച്ചു മരിച്ചെടുത്തുനിന്ന് വെള്ളം എടുത്തുകൊണ്ട് പോകും ഉറപ്പാ. തെളിവെടുപ്പ് എന്ന് പറയുന്ന പരിപാടിയൊക്കെ ഒരു ഭയങ്കര പരിപാടിയാക്കി വെച്ചേക്കാം. എല്ലായിടത്തും അത് എക്സിക്യൂട്ട് ചെയ്യും. അതെ ഒരു പ്രോട്ടോക്കോളാണ്. അത് അങ്ങനെ തന്നെ എക്സിക്യൂട്ട് ചെയ്യണമെന്നാണ്. പക്ഷേ അതൊരു കാര്യമുണ്ട്. അവിടെ ചെന്ന് എടുക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ ഈ ആവശ്യം ഇല്ലാത്ത സാധനം എടുക്കാന്ന്. അതായത് ഇപ്പോൾ അതുവഴിയൊക്കെ പോകുമ്പോൾ അത് ഇതൊക്കെ പറിച്ചുകൊണ്ട് പോകും. ഇവിടെ ചെടി എന്നെ മുറിക്കാത്ത അറിയില്ലല്ലോ, ഇതെന്താ എടുക്കേണ്ട, എന്താ ഇതിന്റെ പരിപാടി എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പൊ തെളിവെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുക്കാന്നുള്ളത്. ഇത് ഈ സാധനം സാമാന്യ ബുദ്ധിയിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഈ വീഡിയോ ചെയ്ത ഡിവൈസ് എടുക്കാം. ഡിവൈസ് പോലും ആവശ്യമില്ലടോ. പ്രൈമറി എവിഡൻസ് ഇരിക്കുമ്പോ ഡിവൈസ് എടുക്കട്ടെ. ഇനിയിപ്പോ തെളിവിന് വേണ്ടി ഡിവൈസ് എടുക്കുകയാണെങ്കിൽ എടുത്തോട്ടെ.
പക്ഷെ ഇത് മനസ്സിലാവണില്ല. ട്രൈപോഡ് ഡിവൈസിലും ഇല്ല. ഈ ഫോൺ പോക്കറ്റിലിട്ടായിരുന്നല്ലോ, അപ്പൊ തന്റെ പാന്റ് എടുക്കണ്ടേ? പാൻറ് എടുക്കണം. പാന്റ് അതിന്റെ അടിയിൽ താൻ ഷഡ്ഡി ഇടണ്ടായിരുന്നു. തന്റെ ഷഡ്ഡി എടുക്കണവര്. അത് ശരിയാണല്ലോ. എല്ലാ സാധനങ്ങളും ഞാൻ അതിനകത്ത് ഉപയോഗിച്ച ഫിൽറ്റർ ഉണ്ട്. ഒരു സാധനം വെക്കാൻ പാടില്ല. എടാ അങ്ങനെയല്ലടാ ഫിൽറ്റർ, ഞാൻ ഉപയോഗിച്ച ഫിൽറ്റർ എവിടെയാണ്? അത് കിടക്കുമല്ലേ, അത് കിട്ടിയില്ലെന്ന്. അവനൊരു ഫിൽറ്റർ ഉപയോഗിച്ചിരുന്നു സാർ, അതൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല. ഫിൽറ്റർ തപ്പി കിടക്കുക. അയ്യോ, ഇങ്ങനത്തെ പൊട്ടത്തരമൊക്കെ കാണിക്കുന്ന വലിയ കാര്യമായിട്ടാണ് കാണിക്കുന്നത്. അതാ രസം. വലിയ മിടുക്കനാവുന്നേ കാണുന്നത്. ഓരോരുത്തരും മിടുക്ക് പറഞ്ഞ തന്നെ കിടക്കുന്ന കണ്ടില്ലേ? അവസ്ഥ ഇതാ ഇപ്പോ. അല്ല ഇക്ക വിളിച്ചു പറഞ്ഞാൽ പിന്നെ എടുക്കാതിരിക്കാൻ പറ്റുമോ? അതാണ് അവസ്ഥ. ഇവിടെ ഉള്ളവരെല്ലാം ഇങ്ങനെയാന്ന് തോന്നുന്നല്ലേ? മനുഷ്യനെ ഇങ്ങനെ ചുമ്മാതെ കളിപ്പിച്ചും പറ്റിച്ചും ജീവിക്കാൻ ഓരോരുത്തർ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനിടയിൽ കൊച്ചിയാവും, തള്ളയാവും, കുത്തിക്കൊല്ലുന്നുണ്ട്. സ്കൂളിൽ പിള്ളേർ 11ാം ക്ലാസ്സുകാരൻ 9ാം ക്ലാസ്സുകാരൻ്റെ കഴുത്തിന് കുത്തി. ഇന്നത്തെ ദിവസത്തെ പരിപാടികളാണ്, ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ. അപ്പോഴും ഇവിടെ ചെന്ന് ഇവനെയൊക്കെ പിടിക്കാൻ ഓടുവന്ന് കിടന്ന് ഭയങ്കര അന്വേഷണവും പിടുത്തമോ. ഇതല്ലേ പണി എന്ന് വെച്ചാൽ. ഇതിനെയൊക്കെ ഉണ്ടല്ലോ, ഇതെങ്ങനെ കൈകാര്യം ചെയ്യും? ഇത് കൈകാര്യം ചെയ്യലല്ലോ, ഇതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പോൾ ഈ ചുമ്മാ കയറി ചെറുക്കനും പെണ്ണോട് ഒന്നിച്ച് താമസിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കൊച്ചുണ്ടാകാൻ പാടില്ല, അത്രേ ഉള്ളൂ. അത് ശിക്ഷാർഹമാക്കണം. ഇതിന് പ്രാപ്തിയില്ലാത്തവർ കയറി പിള്ളേരെ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിന് കുറ്റകരമായ ഒരുപാട് അതിന് പണിഷ് ചെയ്യണം. ഒരു കൊച്ചിനുണ്ടാക്കി കഴിഞ്ഞാലേ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത്, റെഗുലേറ്റ് ചെയ്യണമെന്ന്. പിന്നില്ലാതെ നോക്കണം. അതായത് ഗവൺമെന്റ് ഒക്കെ ഇല്ല, അത് പറ്റത്തില്ല. അമേരിക്കയിലൊക്കെ പുല്ല് വീടിന്റെ മുറ്റത്ത് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വന്ന് ഫൈനൊക്കെ അടിക്കും, ഫൈൻ അടിക്കും. പുല്ല് മാത്രമല്ല, പെരക്കകത്ത് കയറുന്ന ചില സ്ഥലങ്ങളുണ്ട്. പെരക്കകത്ത് കയറി നോക്കും അവർ, ക്ലീൻ ആണോ നോക്കും. അത് ചില ഏരിയയിലുള്ള, എല്ലായിടത്തും ഇല്ല. അല്ലല്ല, അവിടെ ചില ഏരിയയിൽ അങ്ങനെയാണെന്നാണ് പറയുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് താമസിക്കുന്നിടത്ത് അവരെല്ലായിടത്തും കയറി നോക്കും. അവിടെ ക്ലീൻ അല്ലേ ഫൈൻ അടിക്കും. അവരങ്ങനെ അങ്ങ് ജീവിക്കേണ്ടെന്നാണ് പറയുന്നത്. അവിടെ വൃത്തിയും പിടിപ്പില്ലാത്തവന്മാരെ വേണ്ടെന്ന്. ഇവിടെ വേറെ പ്രശ്നമുണ്ടോ, അങ്ങനെ പിള്ളേരെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിവിടെ ഒരുപാട് കൂലിപ്പണിക്കാരെ വേണം, വേശ്യകളെ വേണം, കഞ്ചാവിനും മയക്കുമരുന്നും അടിമകളെ വേണം. അല്ലേ പിന്നെ ഈ ഇൻഡസ്ട്രി എങ്ങനെ വളരും? അപ്പോൾ ഇതുപോലുള്ള കുട്ടികൾ വളർന്നു വലുതായി അവർ കഞ്ചാവിന് അടിമപ്പെട്ട ആദ്യം, അത് കഴിഞ്ഞ് കൊലക്കേസിൽ പ്രതിയാകുമ്പോൾ കോടതിക്കും പോലീസിനും വക്കീലിനൊക്കെ പണിയുമായി. പിന്നെ അതുകൂടാതെ പ്രോസ്റ്റിറ്റ്യൂഷനിൽ എത്തിപ്പെട്ടാൽ മറ്റ് നമുക്ക് ഈ പറഞ്ഞ ബാക്കിയുള്ളവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റൊക്കെ വേണ്ടേടൂ. അതിന് വേണ്ടിയിട്ടാണ് അമ്പടി സൗദാ അത്. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ളവന്മാരെ കൊണ്ട് പിള്ളേരുണ്ടാക്കിക്കുന്നത് ഈ ഗവൺമെൻറ്. മനസ്സിലായാൽ എനിക്ക് ഇങ്ങനെ ഭയങ്കര ചീറിപ്പായത്തില്ലേ വണ്ടികളൊക്കെ, അവരൊക്കെ ഇങ്ങനെ നോക്കിയാൽ പോകുന്നത്. പിന്നെ സാറന്മാർക്ക് പിന്നെന്തോ വേണ്ടേ? സാറന്മാർക്കും വേണം ഇത്. അപ്പോൾ ഈ മറ്റേ സാറന്മാരെല്ലാം പിന്നെ എന്തോന്ന് വിചാരിച്ചു ഇവിടെ. അപ്പോൾ കുറേ സാറന്മാരുണ്ട്, അവരിങ്ങനെ ഇതിനെ പ്രോത്സാഹിപ്പിക്കും. ഒതുക്കത്തി ഇവിടുത്തെ കലാകാരന്മാർ പ്രോത്സാഹിപ്പിക്കും, മാധ്യമപ്രവർത്തകർ പ്രോത്സാഹിപ്പിക്കും, ചെല്ലുന്നവന്മാരെ വരെ ആ സാറന്മാരും ഉണ്ട്. അത് കുറേ പേരുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ നമുക്കറിയാവുന്ന കുറേ ആൾക്കാരുണ്ടാന്ന്. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഞാനിങ്ങനെ ഒരു പരാതിയെ പറ്റി കേട്ടാന്ന്. അതിന് ആ പെണ്ണെന്തോ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, ചെയ്യട്ടെ, ചെയ്ത് കഴിഞ്ഞാൽ രസമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പരസ്യ കമ്പനികൾ, ഈ പറഞ്ഞ പോലെ കല്യാണം മഹത്തരമായ സംഭവമാണെന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കുന്ന കമ്പനികൾക്ക് നാളെ മോഡലിനെ വേണം. ആ മോഡലിനെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് വേണം കറക്കിയിട്ട് ദ്വയാർത്ഥ പ്രയോഗം നടത്താൻ. അതിനും പെണ്ണുങ്ങളൊക്കെ വേണ്ട ഇവിടെ. അപ്പോൾ അതുകൊണ്ട് പ്രസവമൊന്നും നിർത്താൻ പോകുന്നില്ല. ഇതുപോലത്തെ ആൾക്കാരുടെ എണ്ണം കൂടുന്തോറും എൻ്റർടൈൻമെൻറ്റ് കൂടും. ഗംഭീരമാകാൻ ഇത് തന്നെ പരിപാടികൾ ഗംഭീരമാകാൻ സംഭാവന കൂമ്പാരമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ മനുഷ്യക്കടത്ത്, മറ്റേ ലോകമെമ്പാടുമുള്ള അവയവ മാഫിയ, പിന്നെ ലോകമെമ്പാടും കൂലിപ്പണിക്കാരെ സപ്ലൈ ചെയ്യുക, ഇതൊക്കെയാണല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ പണി. അപ്പോൾ അതിനെ എല്ലാവരും കൊണ്ട് ഒരു 2-3 ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ സഭകളും അല്ലാതെ പള്ളികളും ഒക്കെ പറയാറുണ്ടല്ലോ 4-5 ഒക്കെ പ്രസവിച്ച് കൂട്ടിക്കോ, നമ്മുടെ ആൾക്കാരുടെ എണ്ണമോ കൂടണ്ടോന്ന്. അങ്ങനെയും കൂടെ ആകുമ്പോഴത്തേന് ഇവരറിയാതെ തന്നെ ഏതൊരു തെണ്ടിയും കയറി അങ്ങ് കെട്ടുകയും കൊച്ചുങ്ങളെ ഉണ്ടാക്കുകയും ചെയ്തിട്ട് കിടന്നങ്ങ് കഷ്ടപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യ മാത്രമല്ല, ഇതുപോലത്തെ തേർഡ് വേൾഡ് കൺട്രീസിലെല്ലാം പിള്ളേരെ പീഡിപ്പിക്കപ്പെടുന്നത്. എന്നിട്ട് ഇവർ പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നത്, പട്ടിയും കുട്ടിയാണ് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ സ്ത്രീയെ പീഡിപ്പിക്കുന്നുള്ളൂ. എന്നാൽ സ്ത്രീയുടെ സംഭവം വരുമ്പോൾ ഉടനെ എടുത്തുകൊണ്ട് പൊക്കിക്കൊണ്ട് നടന്ന് വലിയ അറ്റൻഷനും ഭയങ്കര ഹൈപ്പും കൊടുക്കാൻ ഇവിടെ ആളുണ്ട്. ഇപ്പോൾ ഈ കൊച്ചിൻ്റെ കേസ് നോക്കിക്കാണോ, ഒന്നും ആകാൻ പോകുന്നില്ല. ഹണി റോസിൻ്റെ പിന്നെയും പിടിച്ചു തന്നൊരു 3 ദിവസം. സ്ത്രീകൾക്ക്
റിയാക്ട് ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ടാണോ ഇവർ ഉറക്കെ അലറുമൊക്കെ ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും ചെന്ന് നോക്കുന്നത്? കൊച്ചുങ്ങൾക്ക് അറിയത്തില്ലല്ലോ, അതുപോലും പറ്റില്ല. അതുപോലും പറ്റത്തില്ല. Helpless ആണ് actually. ഒരു പരിഗണനയില്ല. ഭയങ്കര വലിയ മാതൃകയാണ്. കേരളം 1, 2, 3 പക്ഷെ ഒരു മൈരുമല്ല. മതി.